വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാപ്പിയും കുഞ്ഞിയും. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. ഒരു 5-6 മാസമായിട്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എൻ്റെ ഒരു തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഹീലിംഗ് ജേർണിയാണ് കേട്ടോ ഞാൻ ഇതിലൂടെ പറയുന്നത്. ഇത് കുറെ പേർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കണം. ഹീലിംഗ് കിട്ടാന്ന് പറഞ്ഞൊരു ഭാഗ്യമല്ലേ. അപ്പം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെടും. വെൽക്കം ടു മൈ ജേർണി ഓഫ് ഹീലിംഗ്. ഞാൻ എൻ്റെ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് മൈൻഡ് മാരിസിലാണെങ്കിലും അത് അവസാനിപ്പിച്ചത് മൈൻഡാരെ വന്നിട്ടാണ് കേട്ടോ. രണ്ടും ഒരേ ആളുകളുടെ തന്നെ സ്ഥാപനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് മൈൻഡാരയിൽ വരുന്നത്, അതും എൻ്റെ ലാസ്റ്റ് സെഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ഞാൻ ഓടി നടന്ന് എല്ലായിടും കാണുകയായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. ഭയങ്കര മൈൻഡൊക്കെ നല്ല റിലാക്സ് ചെയ്യുന്ന സൗണ്ടുകളും കിളികളുടെയും അതേപോലെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഓരോരോ ഐറ്റംസും മണികളും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക്കും എല്ലാം കൊണ്ടും ഭയങ്കര ഒരു റിലാക്സ് തരുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. ഞാനൊരു പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നുമല്ല ഇതൊന്നും വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. ഞാൻ ഒരു വല്ലാത്ത സ്റ്റേജിൽ നിന്ന് അവിടെ എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങളും അത് തുറന്നു പറയാൻ എല്ലാവർക്കും ഒന്നും സാധിക്കാറില്ല. എല്ലാവർക്കും അതിനുള്ള ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഒന്നും പലപ്പോഴും ഉണ്ടാവാറില്ല. പിന്നെ പലർക്കും അത് തുറന്ന് സംസാരിക്കാൻ ഇപ്പം സാഹചര്യങ്ങളും ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയതുകൊണ്ട് അത് തുറന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്യാമറയിലൊക്കെ നോക്കി സംസാരിക്കണേ. അതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. നിങ്ങൾ പോയിട്ട് ഇങ്ങനെ വരാമല്ലോ. കറക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയാണ്. ഇതാണ് എന്റെ തെറാപ്പിസ്റ്റ്. ഞാൻ ഇവിടെ വരുമ്പം എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എനിക്ക് നല്ല ഒരു തെറാപ്പി കിട്ടണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയ സ്ഥലങ്ങളിലൊന്നും എനിക്ക് അത്ര എന്താ പറയാ മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്ന എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ മൈൻഡ് മാരിസിൽ വന്നപ്പോഴാണ് എനിക്ക് ഒരു വിശ്വാസം വന്നത്. ആ ഒരു വിശ്വാസം ഉണ്ടാക്കി തന്നത് നേതാമാണ്. പിന്നെ ഒരു 3-5 മാസം അല്ലെ എനിക്ക് തെറാപ്പി ചെയ്തിട്ടുണ്ട്. മരുന്ന് കഴിക്കേണ്ട ഒരു അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാൻ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ സമാധാനമായിട്ട് വളരെ സന്തോഷത്തോടെ ഓരോ പ്രാവശ്യം പല പല പ്രശ്നങ്ങളായിട്ടാണ് വന്നെങ്കിലും വളരെ സമാധാനമായിട്ട് പോസിറ്റീവായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് വല്ലാണ്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ മാം ഇങ്ങനെ തടവ് ആ തടവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു റിലാക്സ് കിട്ടല്ലേ ആ തടവ്. എങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിക്കുമ്പോ ഇറ്റ്സ് ഓക്കെ എന്നിട്ട് എനിക്ക് ഇങ്ങനെ തടവത്തില്ലേ ആ തടവും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സ്വർഗത്തിലെത്തിയ പോലെ, അല്ലെങ്കിൽ എന്റെ എല്ലാ വിഷമവും പോയി എന്നുള്ള ഒരു ഇത് അതിക്കടെയൊക്കെ കൊണ്ടുപോയി. ആ ജേർണിക്കടെ മാമിന് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ. അപ്പൊ എല്ലാം തുറന്നു സംസാരിച്ച് എന്റെ വിഷമങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും എന്റെ സന്തോഷങ്ങളും എന്റെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റി തന്ന് എന്താ പറയാ ഒരു പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയാ ഇനി ക്ലീൻ ആക്കി തരുക. ഈ തുള്ളിച്ചാട് നടക്കുന്ന മീരനാക്കി അല്ല, ഞാൻ എനിക്ക് പറഞ്ഞ സമയത്ത് എനിക്ക് എന്താ പറയാ നല്ല കോമഡി ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സ് തുറന്ന് ചിരി വരില്ല. കണ്ടാലും കോമഡി ഉണ്ട്, പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റില്ല, ചിരി വരില്ല. അതേപോലെ തന്നെ ചില സമയങ്ങൾ ഇങ്ങനെ ഇരിക്കും, ബ്ലാങ്ക് ആയിട്ടിരിക്കും. ചില സമയങ്ങൾ വെറുതെ ഇരുന്ന് കരയും, ചില സമയങ്ങൾ കരച്ചിൽ വരില്ല. എന്തോ കരയണമെന്നുണ്ട്, പക്ഷെ കരയാൻ പറ്റില്ല. ആ സ്റ്റേജ് അങ്ങനത്തെ പല പല സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോയത്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്താ പറയാ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ലൈഫിലൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോഴേ എനിക്ക് ഇത്ര വയസ്സായി ഞാൻ എന്ത് ചെയ്യാനെന്നുള്ളൊരു തോന്നുന്നുണ്ടായിരുന്നു. അത് മാറി അല്ല ഇത്ര ആയിട്ടുള്ളൂ, എനിക്ക് ഈ സമയമുണ്ട് എന്നൊക്കെ. സ്മാർട്ടാണ്, ടാലന്റഡ് ആണ്. വാട്ട് എൽസ് ഈസ് നീഡഡ്? യു ജസ്റ്റ് വാണ്ട് ടു സീ യുവർസെൽഫ്. നമ്മൾ ഇതൊക്കെ ഉണ്ട്, നമുക്ക് നമ്മൾ ഓക്കെ ആണ്, നമ്മൾ സെറ്റ് ആണ്, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഇനി സാധിക്കും, നമുക്ക് ഇനി ലൈഫ് ഉണ്ട്, എന്താ പറയാ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. അതാ
എല്ലാം ഇപ്പൊ എന്ത് വന്നാലും ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഇതൊക്കെ എനിക്ക് എന്താ പറയാ, എന്റെ ലൈഫിലോട്ട് വന്ന നെഗറ്റീവിനെ എല്ലാം ഞാൻ തള്ളി മാറ്റി പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. എനിക്കിനി അതൊന്നും വേണ്ട. എനിക്കിനിയും എന്റെ ലൈഫിലോട്ട് വേറെ ആൾക്കാർ വരാനുണ്ട്, സന്തോഷം ഉണ്ടാവാനുണ്ട്, എനിക്കൊരു ഫാമിലി ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവാന്നുള്ളൊരു കോൺഫിഡൻസും നല്ലൊരു എന്താ പറയാ ഒരു വിശ്വാസം ശരിക്കും ഉണ്ടാക്കി തന്ന ആളാണ് തന്നെ നെഹദ മാം. താങ്ക് യു സോ മച്ച്. റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹിയർ ദിസ്. അപ്പൊ മാമിന്റെ അടുത്ത് വന്നവർക്ക് എല്ലാവർക്കും ഇത് സന്തോഷം കിട്ടും, എനിക്ക് ഉറപ്പാണ്. അപ്പം എന്താ പറയാ, ഒരു ഹീലിംഗ് കിട്ടുക എന്ന് പറയുന്നത് ഒരു അല്ലെ ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും അത് കിട്ടൂല. അത് ഓരോരുത്തർക്ക് തോന്നണം നമുക്ക് ഹീലിംഗ് കിട്ടണം, നമുക്ക് മാറ്റം വരണം എന്ന് തോന്നണം. അത് എല്ലാവർക്കും തോന്നാറില്ല. പക്ഷെ എനിക്കത് എന്തോ എന്നെ ഫസ്റ്റ് അനുഗ്രഹം കൊണ്ട് എനിക്കത് തോന്നി, ഞാൻ വന്നു, എനിക്കത് കിട്ടി. അതെന്റെ എന്താ പറയാ, എനിക്ക് പഠിച്ചൊന്നും ഒരു അനുഗ്രഹമാണ്. നമുക്ക് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റുന്ന വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് മാറ്റാൻ പറ്റുന്നതല്ല. അത് നമുക്കൊരു ഹെൽപ്പ് വേണം. ഈവൻ തെറാപ്പിസ്റ്റ്, എന്റെ തെറാപ്പിയും വേറെ തെറാപ്പിസ്റ്റാണ് ചെയ്തു തന്നത്. അപ്പം നമ്മൾക്ക് നമ്മളെ തെറാപ്പി സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പണ്ടേ എടുത്തായിരുന്നേനെ. പക്ഷെ അത് പറ്റില്ല. അത് വി ആർ ഹെൽപ്ലെസ് ഫോർ ദാറ്റ്. അപ്പൊ നമ്മളൊരു തെറാപ്പിസ്റ്റിനെ സീക്കുക എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെയാണ്. അത് അത്രയും ലൈറ്റ് ആയി കണ്ടാൽ മതി. അങ്ങനെ കണ്ടതുകൊണ്ട് യു ഗോട്ട് യുവർ ഹീലിംഗ്. ചിലർക്ക് ബുദ്ധിമുട്ടുള്ള നമ്മൾ റോഡിൽ പോയി ജിമ്മിൽ പോകും അല്ലെ, ചിലർ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷെ അത് എവിടെയെങ്കിലും അത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലും നമ്മൾ പൂർണ്ണമാവില്ല. നമ്മുടെ അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. പക്ഷെ അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്കത് നേരിടാൻ പറ്റണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണ്ട ഒരു അവസ്ഥ പലർക്കും ഉണ്ട്. പലരും വിചാരം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോ നാണക്കേടാണ്, പുറത്തു പറയാൻ ബുദ്ധിമുട്ടാണ് ചിലർക്ക് അല്ലെ. ചിലര് വളരെ രഹസ്യമായിട്ട് ഒന്ന് ട്രീറ്റ്മെന്റ്, ആദ്യമൊക്കെ രഹസ്യം ആയിക്കോട്ടെ, പിന്നെ ഇത് ഇങ്ങനെ പബ്ലിക് ആയിക്കോട്ടെ. അത് ശരിയാ. എനിക്ക് ധൈര്യം കിട്ടിക്കോളും. എനിക്ക് ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട്, ആരും അറിയണ്ട, ആരോടും പറയണ്ട, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൂലല്ലോ. അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിലാണ് ആസ് എ തെറപ്പിസ്റ്റ് ഐ എം സോ പ്രൗഡ് ബിക്കോസ് ഐ മെയ്ഡ് യു ദാറ്റ് മച്ച് നോൺ ജഡ്ജ്മെന്റൽ. നമ്മൾ ജഡ്ജ്മെന്റ് ഫ്രീ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിയർ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. വി വിൽ ബി എ ഫെയിലിയർ ഇൻ അവർ ലൈഫ്. അപ്പം ആ ഫിയർ എടുത്ത് കളയുന്നിടത്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു മൂവ് ഇൻ അവർ ലൈഫ്. പിന്നെ ഇതെന്റെ ലാസ്റ്റ് സെഷനാണ്. കഴിഞ്ഞു. ബൈ ബൈ. അത് ചിലരുടെ വിചാരിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറെ കാലം മുന്നോട്ട് പോകുന്നു. എത്ര മാസം? ഏതാണ്ട് 3-4 മാസത്തോളം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഗ്യാപ്പ്, 5 months. അപ്പം ആ ഗ്യാപ്പിന്, ആ ഒരു ഗ്യാപ്പിലാണ് എനിക്ക് ഇതൊക്കെ വന്നിട്ട് ബിഫോർ ആഫ്റ്റർ കാണിക്കാനുള്ള മൂഡില്ല. കാരണം അന്നേരം ബിഫോർ എടുക്കാനുള്ള ഒരു കണ്ടീഷനല്ലേ. പക്ഷെ ആഫ്റ്റർ എന്തായാലും ഇതാണ്. ഏകദേശം ബിഫോർ എടുക്കാൻ നമുക്ക് അതിനുള്ള കോൺഫിഡൻസിൽ നമുക്ക് അതിന്റെ എന്താ പറയാ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ആ ഒരു മാനസികാവസ്ഥയിലും അല്ല. അന്നേരം ഹോപ്പില്ലല്ലോ, ഇപ്പൊ ഇങ്ങനെ ആവുന്നുള്ള ഒരു വിശ്വാസം ഇല്ലല്ലോ. അത് ശരിയാണ്. ഒരു ഫസ്റ്റ് 2-3 സെക്ഷൻ കഴിയണ വരെ ഞാൻ ഇത് വന്നാൽ ശരിയാവോ, എനിക്കിത് റെഡിയാവോ, ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറാപ്പി ഒക്കെ ചെയ്താൽ ഞാൻ സെറ്റ് ആവുമോ എന്നൊക്കെ ഒരു നമുക്ക് കൺഫ്യൂഷൻസ് ആണ്. പിന്നെ ഇടയ്ക്ക് പുറത്ത് വേണ്ടാന്ന് വെച്ച് പോകാൻ തോന്നും. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവിനെ എടുത്തു കളയാൻ നമ്മൾ തന്നെ സമ്മതിക്കാത്ത ഒരു ഇതാണ്. അപ്പം എന്തായാലും അതൊക്കെ ഇങ്ങനെ ഞാൻ തന്നെ മനസ്സിലാക്കി വീണ്ടും വീണ്ടും വന്ന് ഓക്കെ ആയി. അതിന് കുറച്ച് വിൽ പവർ വേണം. കാരണം നമ്മൾ ഏറ്റവും മുറിഞ്ഞെടുത്തിരിക്കും നമ്മൾ തൊടുക. അവിടെ തൊടാന് ഭയങ്കര വേദന ഇരിക്കും. ആ വേദന കുറച്ച് സഹിക്കേണ്ടി വരും. പക്ഷെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ വന്നാൽ മാത്രം മതി. വിൽ ഹെൽപ്പ്. പ്രൊമോഷൻ ആയി തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്ന് വരണം കേട്ടോ. അങ്ങനെ കുറെ ആൾക്കാർ വന്ന് ഞാൻ മടിയാവും. ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി. ആവശ്യമുള്ളവർക്ക് വന്നാൽ വി ആർ റെഡി ടു ഹെൽപ്പ്. അതെ, ശരിയാണ്. ആരും നിർബന്ധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഹീൽ ചെയ്യാൻ അവനവന് തോന്നി അവരവര് തന്നെ തിരിച്ചറിഞ്ഞു വരണം. അതല്ലാതെ നിർബന്ധിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു വിശ്വാസം ഇല്ലാണ്ട് വന്നിട്ട് കാര്യമില്ല. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഞാനില്ല. അടുത്ത വീഡിയോയിൽ മാം ഉണ്ടാവില്ല കേട്ടോ. She is capable of that. ഒറ്റക്ക് കൊണ്ടുപോകാൻ. She will lead it. Okay. അങ്ങനെ എൻ്റെ ലാസ്റ്റ് സെഷനും കഴിഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവിടുന്ന് ഞാൻ ഇറങ്ങി കേട്ടോ.
എന്നെ ഈ വീഡിയോയിലൂടെ കുറെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ശരിക്കും എൻ്റെ പേരെന്നാന്നോ ഞാൻ ആരാന്നോ അങ്ങനെ അറിയില്ലാത്ത, ഞാൻ ആരാന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ എൻ്റെ പേര് പോലും അറിയില്ലാത്ത ഒരുപാട് പേര് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരിക്കും, ഷോർട്സ് ഒക്കെ കാണാറുണ്ടായിരിക്കും. എൻ്റെ പേര് മീര. എൻ്റെ ഒരു ഹീലിംഗ് ജേർണി എന്ന് പറയുമ്പം എന്തിനാണ് എനിക്ക് ആ ഹീലിംഗ് കിട്ടേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിന് അവിടെ പോയി എന്നുള്ളൊരു കാര്യമുണ്ട്. ആരും ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടൊന്നും അല്ലാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സഫാരി ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു മൈൻഡ് മാരീസിൽ നിന്ന്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി തെറ്റും ശരിയൊന്നുമില്ല. മാത്രമേ നെഹദ മാമും പറഞ്ഞിട്ടുണ്ട് തെറ്റും ശരിയൊന്നും ഇല്ല, എല്ലാവരുടെയും ഭാഗത്ത് അവരവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ പല പല ശരികൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ നിയമപരമായിട്ട് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, മറ്റുള്ളവരുടെ സാധനം മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, പിന്നെ കൊലപാതകം ചെയ്യരുത്, അതൊക്കെ തെറ്റുകളൊക്കെ തന്നെയാണ്. അതല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് തമ്മിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള മറ്റ് സമൂഹത്തിലുള്ള ആളുകളൊക്കെ തമ്മിൽ പല കാര്യങ്ങളിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ചിലരുടെ ഭാഗത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാന്ന് തോന്നും, ഇവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടാലും ശരിയാന്ന് തോന്നും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാരണം തന്നെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശരിയാണോ അവർ തെറ്റാണോ, അല്ലെങ്കിൽ അവർ ശരിയായിരുന്നു ഞാൻ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടുപേരുടെ ഭാഗത്തും ശരികളുണ്ടാവും അവരവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ. പക്ഷെ എൻ്റെ ശരികൾ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല, അവരുടെ ശരികളിലൂടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതാണ് മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം എനിക്കൊരു 23-24 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്ന കുറച്ച് ആളുകൾ, അവരിൽ നിന്നും ഞാൻ നേരിട്ട കുറച്ച് പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ശരികൾ എൻ്റെ ശരികളുമായിട്ട് അങ്ങോട്ട് സിങ്ക് ആയി പോയില്ല. 10 വർഷം എന്ന് പറയാം വേണമെങ്കിൽ, 10 വർഷത്തോളം ഞാൻ ഒരു മായാവലയത്തിൽ പെട്ടതുപോലെയായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി ആലോചിച്ചിട്ടില്ല, എൻ്റെ കരിയറിനെ പറ്റി ആലോചിച്ചിട്ടില്ല, എനിക്ക് നാളെ എന്ത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവണോ, എനിക്ക് സ്വപ്നങ്ങളുണ്ടോ, ഒന്നുമില്ലായിരുന്നു. ഞാൻ ഈ ശരിയും തമ്മിലുള്ളൊരു ഫൈറ്റ് ആയിരുന്നു. ആ ഫൈറ്റ് ചെയ്ത് ഞാൻ വല്ലാണ്ട് തളർന്നുപോയി. എൻ്റെ ആ ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് എൻ്റെ മോനാണ് കേട്ടോ. സഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഈ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോയപ്പം എനിക്ക് എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മുടെ മക്കളോടായിരിക്കും ദേഷ്യം കാണിക്കണത്. അത് പല പല കാരണങ്ങൾ പറഞ്ഞ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എല്ലാ മാസവും ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് കാരണമായിരിക്കും, അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കടന്നു പോകുമ്പം ആ ഒരു പ്രായത്തിലോട്ടൊക്കെ ഓരോരോ പ്രായത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, ഒരു ഡെലിവറി കഴിഞ്ഞതിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെ പലതും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അങ്ങനെ അതൊക്കെ ഞാൻ നമ്മൾ കൈ ഉയർത്തിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒച്ചയെടുത്താലോ പ്രതികരിക്കില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ താഴെ നിൽക്കുന്ന നമ്മുടെ മക്കൾ തന്നെയായിരിക്കും. അപ്പം ഞാനും അറിയാതെ എൻ്റെ മോനിലേട്ടാണ് ഞാൻ അധികമായിട്ട് എൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് ഞാൻ അവരിൽ നിന്നൊക്കെ എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നവരിൽ നിന്നൊക്കെ ഞാൻ പിരിഞ്ഞ് അവരൊന്നും എനിക്ക് വേണ്ട, അവരുണ്ടെങ്കിൽ എനിക്കത് ശരിയാവില്ല എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയപ്പം അങ്ങനെ എന്തൊക്കെയോ സാഹചര്യങ്ങളൊന്നും ഞാൻ മനഃപൂർവ്വം പിരിഞ്ഞതല്ല, പല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷനൊക്കെ അകന്നകന്ന് പോയി. അപ്പം ഞാൻ വിചാരിച്ച സമാധാനമായി, ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എൻ്റെ ചുറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്കായി ഞാൻ. പക്ഷെ എനിക്ക് അത്ര ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. ഇവരൊന്നും ഇല്ലാഞ്ഞിട്ടും എൻ്റെ മാനസികാവസ്ഥ അത്ര ശരിയായിരുന്നില്ല. ഒരു 3-4 വർഷം അങ്ങനെ പോയി. അപ്പോഴും ഈ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് കൂടി വന്നു കേട്ടോ. ഈ സിംറ്റംസ് ഒക്കെ എൻ്റെ ഈ പ്രശ്നങ്ങൾ, കരച്ചില്, ഈ ഷൗട്ടിങ്, അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലോട്ടായി പോകുന്ന ഒരു മാനസികാവസ്ഥ, എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അത് കൂടി വന്നപ്പം ഞാൻ തീരുമാനിച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എത്തിപ്പെട്ട സ്ഥലമാണ് മൈൻഡ് മാരീസ്. നമ്മൾ പറയുന്നതൊന്ന് കേൾക്കാൻ തന്നെ തയ്യാറാവുന്ന ഒരു തെറാപ്പിസ്റ്റെങ്കിലും കിട്ടണ്ടേ നമുക്ക്. അങ്ങനെ കിട്ടിയ ഒരു തെറാപ്പിസ്റ്റാണ് നെഹദ മാം. അങ്ങനെ എന്നെ ശരിക്കും കേട്ടു. എൻ്റെ മാനസികാവസ്ഥ നെഹദ മാം അത് മനസ്സിലാക്കി. നെഹദ മാം പല ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ച് എന്നിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ എനിക്ക് നല്ലൊരു തെറാപ്പി അവിടെ നിന്ന് കിട്ടി. ഈ തെറാപ്പിയൊക്കെ എടുത്തിട്ട് ഞാനൊരു വലിയ മുനി പോലെ ആവുന്നോ അല്ലെങ്കിൽ ആയിന്നോ, അതല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര
ഭയങ്കര ശാന്തതയായിരിക്കും എൻ്റെ ലൈഫ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകുന്നു ഞാൻ പറയണില്ല. കാരണം നമുക്ക് ദേഷ്യം വരും, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. ഒരു ഫാമിലിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു വലിയൊരു വിഷയത്തിലോട്ടാക്കാതെ ഒരു സമാധാനപരമായിട്ട് നേരിടാൻ എനിക്ക് ഇന്നിപ്പോൾ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതേപോലെ എൻ്റെ നശിച്ചുപോയ കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഓരോന്നോരോന്നായിട്ട് നേടിയെടുക്കാൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒന്ന് ട്രൈ ചെയ്യണമെന്നെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ ഇത്ര നേരം കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് വരുമ്പം നമുക്ക് സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിൽ മൂന്നാമതൊരാളുടെ സഹായം വേണമെന്ന് തോന്നിയാൽ നമ്മളത് എടുക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് നാണക്കേടോ മാനക്കേടോ ഒന്നും വിചാരിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയ പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, എനിക്ക് പ്രാന്താന്ന് പറയുമോ, അവളെന്തോ മെന്റലിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊന്നും അല്ല, അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ആവശ്യമുണ്ട്, മറ്റൊരാളുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നവരെ എന്തായാലും അത് തീർച്ചയായും എടുക്കണം.